myself Ashwati. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CET 302 സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചർ ആണ്. ഈ ഒരു ലെക്ചറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിലെ പ്രോബ്ലം ആണ് നോക്കുന്നത്. The figure shows one intermediate frame ABCD of a multi-storied building. The frames are placed at 4 meters center to center. Analyze the frame taking live load of 4000 Newton per meter square and dead load as 3000 Newton per meter square, 3250 Newton per meter square and 2750 Newton per meter square for panels AB, BC and CD respectively. First question. The self weight of beam may be taken as follows. Beam of 7 meters span 5000 Newton per meter. Beam of 5 meters span 3500 Newton per meter. Beam of 3.5 meters span 2500 Newton per meter. Relative stiffness of the member are shown in figure. Determine maximum sagging moment of midspan of BC. Minimum sagging moment of the midspan of BC. Maximum hogging moment at B, maximum hogging moment at C, maximum axial force at column D. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗറാണിത്. ഓരോ മെമ്പറിലെയും സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട്. ദെൻ സൊല്യൂഷൻ നോക്കാം. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അറിയാം 4 മീറ്റർ. ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡാണ് 4000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡാണ് ആവശ്യം. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡ് കിട്ടും. ദാറ്റ് ഈസ് 4000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു 4. സോൾവ് ചെയ്യുമ്പോൾ 16000 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ ഡെഡ് ലോഡ് അറ്റ് എ ബി എന്ന മെമ്പറിൽ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഡെഡ് ലോഡാണ് തന്നിട്ടുള്ളത്. അതാണ് 3000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്കത് എ ബി എന്ന മെമ്പറിൽ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഡെഡ് ലോഡാണ് ആവശ്യം. സോ 3000 ഇൻറ്റു 4 സോൾവ് ചെയ്യുമ്പോൾ 12000 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 12 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഡെഡ് ലോഡ് അറ്റ് ബി സി 3250 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 3250 ഇൻറ്റു 4 സോൾവ് ചെയ്യുമ്പോൾ 13000 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 13 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ ഡെഡ് ലോഡ് അറ്റ് സി ഡി 2750 ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2750 ഇൻറ്റു 4 സോൾവ് ചെയ്യുമ്പോൾ 11000 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 11 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയ 4 മീറ്റർ ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ലോഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കിട്ടും. അതാണ് തൊട്ട് മുൻപുള്ള സ്റ്റെപ്പുകളിൽ ചെയ്തത്. ക്വസ്റ്റ്യനിൽ ഓരോ മെമ്പറിലെയും സെൽഫ് വെയ്റ്റ് തന്നിട്ടുണ്ട്. സോ സെൽഫ് വെയ്റ്റ് ഓഫ് സ്പാൻ എ ബി ഈക്വൽ ടു 5000 ന്യൂട്ടൺ പെർ മീറ്റർ. സെൽഫ് വെയ്റ്റ് ഓഫ് സ്പാൻ ബി സി ഈക്വൽ ടു 2500 ന്യൂട്ടൺ പെർ മീറ്റർ. സെൽഫ് വെയ്റ്റ് ഓഫ് സ്പാൻ സി ഡി ഈക്വൽ ടു 3500 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു ക്വസ്റ്റ്യനിൽ സ്പാനിൻ്റെ സെൽഫ് വെയ്റ്റും ഡെഡ് ലോഡും സെപ്പറേറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് സെൽഫ് വെയ്റ്റിൻ്റെയും ഡെഡ് ലോഡിൻ്റെയും സം ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ ഡെഡ് ലോഡ് അറ്റ് എ ബി ഈക്വൽ ടു 12,000 പ്ലസ് 5,000 ഈക്വൽ ടു 17,000 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 17 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ ടോട്ടൽ ഡെഡ് ലോഡ് അറ്റ് ബി സി 13,000 പ്ലസ് 2,500 സോൾവ് ചെയ്യുമ്പോൾ 15,500 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. Then total dead load at CD 11,000 plus 3,500 സോൾവ് ചെയ്യുമ്പോൾ 14,500 ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 14.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ മാക്സിമം സാഗിങ് മൂമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ ബി സി. മാക്സിമം സാഗിങ് മൂമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ ബി സി എന്ന ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുമ്പോൾ ലൈവ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബി സി എന്ന സെക്ഷനിലും അത് കഴിഞ്ഞുള്ളതല്ല അതിന് തൊട്ടടുത്ത സെക്ഷനായ ഡി എന്ന സെക്ഷനായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇവിടെ ഡി എന്ന സെക്ഷൻ ഇല്ല. സോ ബി സി എന്ന സെക്ഷനിൽ മാത്രം ലൈവ് ലോഡ് കൊടുക്കും. കൂടാതെ എ ബി ബി സി സി ഡി എന്ന സെക്ഷനിൽ ഡെഡ് ലോഡ് കാണും.
ദെൻ ഈ ക്രിട്ടിക്കൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ടോട്ടൽ ലോഡ് അറ്റ് എ ബി എന്ന് പറയുന്നത് 17 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, അതിന് മാറ്റമില്ല. പക്ഷേ ബി സി എന്ന സ്പാനിലെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 16 + 15.5, കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഡെഡ് ലോഡിനോട് കൂടി അപ്ലൈ ചെയ്ത ലൈവ് ലോഡ് ആഡ് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ 31.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സി ഡി എന്ന സെക്ഷനിൽ മാറ്റമില്ല. ടോട്ടൽ ഡെഡ് ലോഡ് 14.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഫിക്സഡ് എൻഡ് മൂമെന്റ്സ് MFAB equal to -WL²/12. Total load at AB 17 kN per meter. Then substitute ചെയ്യുമ്പോൾ -17 × 7² / 12. സോൾവ് ചെയ്യുമ്പോൾ MFAB equal to 69.42 kN/m. നെഗറ്റീവ് ആണ്. ദെൻ MFBA equal to WL²/12 equal to 17 × 7² / 12. സോൾവ് ചെയ്യുമ്പോൾ 69.42 kN/m. സിമിലർലി എല്ലാ സ്പാനിലെയും ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. MFBC equal to -WL²/12. BC എന്ന സ്പാനിലെ ടോട്ടൽ ലോഡ് 31.5. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -31.5 × 3.52 / 12. സോൾവ് ചെയ്യുമ്പോൾ -32.16 kN/m. ദെൻ MFCB equal to WL²/12. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 32.16 kN/m. MFCD equal to -WL²/12. CD എന്ന സ്പാനിലെ ടോട്ടൽ ലോഡ് 14.5. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ -13.21 kN/m. ദെൻ MFCD equal to WL²/12. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 13.21 kN/m. സ്പാനിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ കോളത്തിലെയും ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കോളത്തിൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് MFA(A1) equal to MFB(B1) equal to MFC(C1) equal to MFD(D1) equal to 0. Similarly, MFA(A2) equal to MFB(B2) equal to MFC(C2) equal to MFD(D2) equal to 0. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടേബിളാണിത്. ജോയിൻറ്റ്, മെമ്പർ, സ്റ്റിഫ്നെസ് K, സിഗ്മ K, ടോട്ടൽ സ്റ്റിഫ്നെസ് ഓഫ് ദി ജോയിൻറ്റ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ DF equal to K/sigma K, that is stiffness of the member divided by total stiffness at the joint. ദെൻ ഓരോ മെമ്പറിലെയും സ്റ്റിഫ്നെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. കൺസിഡർ ജോയിൻറ്റ് എ, ദെൻ മെമ്പർ AB എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 4.5K. ദെൻ A1 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K. A2 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K. ദെൻ ടോട്ടൽ സ്റ്റിഫ്നെസ് അറ്റ് ദ ജോയിൻ്റ് എന്ന് പറയുന്നത് എ എന്ന ജോയിൻറ്റിലെ 3 മെമ്പറിലെയും സ്റ്റിഫ്നെസ്സിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് 4.5 + 2.5 + 2.5. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9.5K. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് മെമ്പർ AB 4.5K ഡിവൈഡഡ് ബൈ 9.5K. സോൾവ് ചെയ്യുമ്പോൾ 0.474. ദെൻ A1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2.5K ഡിവൈഡഡ് ബൈ 9.5K. സോൾവ് ചെയ്യുമ്പോൾ 0.263. സിമിലർലി A2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2.5K ഡിവൈഡഡ് ബൈ 9.5. സോൾവ് ചെയ്യുമ്പോൾ 0.263. സിമിലർലി എല്ലാ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കൺസിഡർ ജോയിൻറ്റ് BA എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 4.5K, BC എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2K, B1 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K, B2 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K. ദെൻ ടോട്ടൽ സ്റ്റിഫ്നെസ് അറ്റ് ജോയിൻറ്റ് B 4.5K + 2K + 2.5K + 2.5K. സോൾവ് ചെയ്യുമ്പോൾ 11.5K. ദെൻ BA എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4.5K ഡിവൈഡ് ബൈ 11.5K. സോൾവ് ചെയ്യുമ്പോൾ 0.391. സിമിലർലി BC എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2K ഡിവൈഡഡ് ബൈ 11.5K. സോൾവ് ചെയ്യുമ്പോൾ 0.174. B1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2.5K ഡിവൈഡഡ് ബൈ 11.5.
സോൾവ് ചെയ്യുമ്പോൾ 0.217. ദെൻ B2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2.5K ഡിവൈഡഡ് ബൈ 11.5K. സോൾവ് ചെയ്യുമ്പോൾ 0.217. കൺസിഡർ ജോയിൻറ്റ് സി. BC എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2K, CD എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 3K, C1 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K, C2 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K. ദെൻ ടോട്ടൽ സ്റ്റിഫ്നെസ് അറ്റ് ജോയിൻറ്റ് C 2K പ്ലസ് 3K പ്ലസ് 2.5K പ്ലസ് 2.5K. സോൾവ് ചെയ്യുമ്പോൾ 10K. ദെൻ BC എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.2, CD എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.3, C1 0.25, C2 0.25. ദെൻ കൺസിഡർ ജോയിൻറ്റ് D. DC എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 3K, D1 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K, D2 എന്ന മെമ്പറിലെ സ്റ്റിഫ്നെസ് 2.5K. ദെൻ ജോയിൻറ്റ് Dയിലെ ടോട്ടൽ സ്റ്റിഫ്നെസ് 3K പ്ലസ് 2.5K പ്ലസ് 2.5K. സോൾവ് ചെയ്യുമ്പോൾ 8K. ദെൻ DC എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3K ഡിവൈഡഡ് ബൈ 8K. സോൾവ് ചെയ്യുമ്പോൾ 0.38. D1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2.5K ഡിവൈഡ് ബൈ 8K. സോൾവ് ചെയ്യുമ്പോൾ 0.313. D2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2.5K ഡിവൈഡ് ബൈ 8K. സോൾവ് ചെയ്യുമ്പോൾ 0.313. യൂഷ്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാലൻസിങ് കഴിഞ്ഞതിന് ശേഷമാണ് ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കാം. ജോയിൻറ്റ്, മെമ്പർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ്, ബാലൻസിങ്, carry over moment, balancing moment, carry over moment, then balancing, last total moment. Then joint A, B, C, D. Then A എന്ന ജോയിൻറ്റിൽ 3 മെമ്പർ ഉണ്ട്. A1, A2, EB. B എന്ന ജോയിൻറ്റിൽ 4 മെമ്പറാണുള്ളത്. BA, BB1, BB2, BC. ദെൻ C എന്ന ജോയിൻറ്റിൽ 4 മെമ്പറുണ്ട്. CB, CC1, CC2, CD. ദെൻ ലാസ്റ്റ് D എന്ന ജോയിൻറ്റിൽ 3 മെമ്പറാണുള്ളത്. DC, DD1, DD2. ദെൻ നമുക്ക് ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറിയാം. A1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.263, A2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.263, AB എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.474, BA എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.391, BB1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.217, BB2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.217, BC എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.174, CB എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.2, C1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.25, C2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.25, CD എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.3, DC എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.38, D1 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.313, D2 എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.313. ദെൻ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. A1 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, A2 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, AB എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് -69.42, BA എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 69.42, BB1 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, BB2 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, BC എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് -32.16, CB എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 32.16, C1 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, C2 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, CD എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് -13.21, DC എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 30.21, D1 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0, D2 എന്ന മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0. ജോയിൻറ്റിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, സൈൻ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് ബാലൻസിങ് മൊമെൻറ്റ് കിട്ടുന്നത്. ദെൻ ബാലൻസിങ് മൊമെൻറ്റ് അറ്റ് A1 ഈക്വൽ ടു -69.42 ഇൻറ്റു 0.263.
സോൾവ് ചെയ്യുമ്പോൾ -18.26 എന്ന് കിട്ടും. അത് അൺബാലൻസിങ് മൊമെൻ്റ് ആണ്. ബാലൻസിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ 18.26 എന്ന് കിട്ടും. സിമിലർലി A2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.263 ഇൻറ്റു -69.42 സോൾവ് ചെയ്യുമ്പോൾ -18.26 ബാലൻസിങ് മൊമെൻറ്റ് 18.26. ദെൻ AB എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് -69.42 ഇൻറ്റു 0.474 സോൾവ് ചെയ്യുമ്പോൾ -32.91 ബാലൻസിങ് മൊമെൻറ്റ് 32.91. ദെൻ BA എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് 69.42 -32.16 സോൾവ് ചെയ്ത് BA എന്ന മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14.57 എന്നൊരു വാല്യൂ കിട്ടും. ബാലൻസിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് -14.57. സിമിലർലി B1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ B1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -8.09. B2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -8.09. BC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -6.483. ദെൻ CB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -0.39. C1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -0.49. C2 -0.49. CD -0.59. DC -11.48. D1 -9.46. D2 -9.46. ദെൻ ക്യാരി ഓവർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് BA എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് AB എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ക്യാരി ഓവർ മൊമെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് മൊമെൻറ്റിൻ്റെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് BAയിലെ ബാലൻസിങ് മൊമെൻറ്റ് -14.57 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ക്യാരി ഓവർ മൊമെൻറ്റ് അറ്റ് AB കിട്ടും. ദാറ്റ് ഈസ് -7.29. സിമിലർലി BA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 16.46. ദെൻ BCയിലെ ക്യാരി ഓവർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -0.195. CBയിലെ ക്യാരി ഓവർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -3.242. ദെൻ CDയിലെ ക്യാരി ഓവർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -5.74. DCയിലെ ക്യാരി ഓവർ മൊമെൻറ്റ് -0.295. സിമിലർലി ഒരു സൈക്കിൾ കൂടി ചെയ്തതിന് ശേഷം ബാലൻസിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സൈക്കിൾ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ജോയിൻറ്റിലെ ക്യാരി ഓവർ മൊമെൻറ്റിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അൺബാലൻസിങ് മൊമെൻറ്റ് കിട്ടുക. സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ബാലൻസിങ് മൊമെൻറ്റ് കിട്ടും. A1 എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്യാരി ഓവർ മൊമെൻറ്റായ -7.29 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.263 സോൾവ് ചെയ്യുമ്പോൾ -1.92 എന്ന് കിട്ടും. ബാലൻസിങ് മൊമെൻറ്റ് 1.92. സിമിലർലി A2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.92. AB എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.46. BA എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -6.36. B1 -3.53. B2 -3.53. BC -2.83. ദെൻ CB എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.796. C1 എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.25. C2 എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.25. ദെൻ CD എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.695. DC എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.1121. D1 എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.0923. D2 എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.0923. ദെൻ ക്യാരി ഓവർ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് BA എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് AB എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ബാലൻസിങ് മൊമെൻറ്റിൻ്റെ ഹാഫാണ് ക്യാരി ഓവർ മൊമെൻറ്റ്. ദെൻ BA എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റായ 6.36 AB എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 6.36 ഡിവൈഡ് ബൈ 2
carry over moment at AB 3.18 നെഗറ്റീവ് ആണ്. സിമിലർലി എ ബി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് ബി എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 1.73, സി ബി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് ബി സി എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 0.898, ബി സി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് സി ബി എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 1.415 നെഗറ്റീവാണ്. ഡി സി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് സി ഡി എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 0.06, സി ഡി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് ഡി സി എന്ന മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 1.35. ദെൻ തൊട്ട് മുന്നേ ചെയ്തതുപോലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ജോയിൻറ്റിലെ ക്യാരി ഓവർ മൊമെൻറ്റിൻ്റെ സം ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതാത് മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കിട്ടുന്നത്. ദെൻ A1 എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് -3.18 ഇൻറ്റു 0.263 സോൾവ് ചെയ്യുമ്പോൾ -0.84. അത് അൺബാലൻസിങ് മൊമെൻ്റ് ആണ്. ബാലൻസിങ് മൊമെൻറ്റ് സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ 0.84. സിമിലർലി A2 സോൾവ് ചെയ്യുമ്പോൾ 0.84. ദെൻ എ ബി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.507. സിമിലർലി ബി എന്ന ജോയിൻറ്റിലെ ക്യാരി ഓവർ മൊമെൻറ്റിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് അത് ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1.03. ബി വൺ എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -0.570. ബി ടു എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -0.570. ബി സി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -0.46. സിമിലർലി സി എന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്ത് ആ ജോയിൻറ്റിലെ ക്യാരി ഓവർ മൊമെൻറ്റിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അൺബാലൻസിങ് മൊമെൻറ്റ് കിട്ടും. അൺബാലൻസിങ് മൊമെൻറ്റിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ബാലൻസിങ് മൊമെൻറ്റ് കിട്ടും. സോ സി ബി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.271, സി വൺ എന്ന മെമ്പറിലെ ബാലൻസിങ് 0.34, സി ടു എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.34, സി ഡി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.41. ഡി എന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്ത് ഓരോ മെമ്പറിലെയും ബാലൻസിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡി സി എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് 0.313, ഡി വൺ എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് 0.423, ഡി ടു എന്ന മെമ്പറിലെ ബാലൻസിങ് മൊമെൻറ്റ് 0.423. ദെൻ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതാത് മെമ്പറിലെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ്, ബാലൻസിങ് മൊമെൻറ്റ് ആൻഡ് ക്യാരി ഓവർ മൊമെൻറ്റിൻ്റെ സം ചെയ്യാം. ഇവിടെ A1 എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 + 18.26 + 1.92 + 0.84 സോൾവ് ചെയ്യുമ്പോൾ 21.02. സിമിലർലി A2 എന്ന മെമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 21.02. എ ബി എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -42.013. ബി എ എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 65.65. ബി വൺ എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -12.19. ബി ടു എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -12.19. ബി സി എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -41.23. സി ബി എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 29.18. സി വൺ എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.1. സി ടു എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.1. ദെൻ സി ഡി എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -33.38. ഡി സി എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20.410. ഡി വൺ എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -8.945. ഡി ടു എന്ന മെമ്പറിലെ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -8.945. നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റ്സിൻ്റെയും ഫ്രീ മൊമെൻറ്റ്സിൻ്റെയും ഡിഫറൻസ് ആണ്. സോ ഫ്രീ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. MAB = WL²/8 = 17 × 7² / 8 സോൾവ് ചെയ്യുമ്പോൾ 104.13 kN/m. MBC = WL²/8
ഈക്വൽ ടു 31.5 ഇൻറ്റു 3.5 സ്ക്വയർ ഡിവൈഡ് ബൈ 8 സോൾവ് ചെയ്യുമ്പോൾ 48.23 കിലോ ന്യൂട്ടൺ മീറ്റർ. MCD ചെയ്യുമ്പോൾ WL സ്ക്വയർ ബൈ 8 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 14.5 ഇൻറ്റു 5 സ്ക്വയർ ഡിവൈഡ് ബൈ 8 സോൾവ് ചെയ്യുമ്പോൾ 45.313 കിലോ ന്യൂട്ടൺ മീറ്റർ. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ UDL ആണ് വരുന്നതെങ്കിൽ അത് പരാബോളിക് ഷേപ്പാണ്. സോ ഫ്രീ മൊമെൻറ്റ്സ് എല്ലാം പരാബോളിക് ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്. ദെൻ ഫൈനൽ മൊമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് ഓരോ മെമ്പറിലും ആണ്. ദെൻ ഫൈനൽ മൊമെൻറ്റ്സിൻ്റെയും ഫ്രീ മൊമെൻറ്റ്സിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫിഗറിൽ കാണുന്ന ഷെയ്ഡഡ് പോർഷൻ ആണ് മൊമെൻറ്റ് ഡയഗ്രാം. ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.